പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി നിർമ്മാണത്തിൽ ഒയാസിസിന് നൽകിയത് പ്രാരംഭ അനുമതി മാത്രം. ജലം ചൂഷണം ഉണ്ടാകില്ലെന്ന എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകിയത്. അനുമതി നൽകാൻ 2023-24 വർഷത്തെ മദ്യനയത്തിലെ വ്യവസ്ഥകളും ഉപയോഗപ്പെടുത്തി. സാജു ചേരുന്നു. സാജു, വിവരങ്ങൾ. ധന്യ, ഇതൊരു 4 ഘട്ടമായി നടപ്പിലാക്കപ്പെടുന്ന വളരെ വിശദമായ ഒരു പദ്ധതിയാണ് ഒയാസിസ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഇതുപ്രകാരം ഇതൊരു ബ്രൂവറി യൂണിറ്റ് മാത്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇതിന്റെ ഉത്തരവിൽ തന്നെ പറയുന്നത് 600 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയാണ്. ഇതുപ്രകാരം എഥനോൾ പ്ലാന്റ്, ഏതാണ്ട് 500 KL പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള എഥനോൾ പ്ലാന്റ്, ഒപ്പം മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ അടങ്ങുന്നതാണ് പദ്ധതി. ഇതിൽ തന്നെ മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതാണ് എന്നുകൂടി സർക്കാരിന്റെ ഉത്തരവുകളിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം ഒയാസിസിന് ഇതിന് പ്രാരംഭമായ അനുമതി നൽകിയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിൽ ജലചൂഷണം ഉണ്ടാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളാണ് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിരത്തിയിരുന്നത്. ഒന്ന്, ഇതിന് വാട്ടർ അതോറിറ്റിയുടെ ജലം നൽകാമെന്ന അനുമതി പത്രം കമ്പനി ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, റെയിൻ ഹാർവസ്റ്റിംഗ് യൂണിറ്റ് ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവും. അതിലൂടെ ജലം സമാഹരിക്കാൻ കഴിയും. സ്വാഭാവികമായും ഇങ്ങനെ ജലചൂഷണം തടയാൻ കഴിയും എന്ന ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് സർക്കാർ ഉത്തരവിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അനുമതി നൽകുന്നതിലേക്ക് നയിച്ചത് ഇപ്പോഴത്തെ മദ്യനയമാണ്. 2023-24 വർഷത്തെ മദ്യനയത്തിൽ ENS, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ നിർമ്മാണം സംസ്ഥാനത്ത് തന്നെ, അതായത് വിദേശ നിർമ്മിത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന സ്പിരിറ്റ് സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ഇതിനെ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതായത് അബ്കാരി പോളിസി 2023-24 ആമുഖത്തിൽ തന്നെ ഇക്കാര്യം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന തലക്കെട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 24ാമത്തെ പേജിലും ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും അടിസ്ഥാനമാക്കിയുള്ള നയപരമായ തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ അവകാശപ്പെടുന്നത്. ഇനി 2022-23 മദ്യനയം നോക്കിയാലും അതിൽ ബ്രൂവറി നിർമ്മാണത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് അതിന്റെ 22ാമത്തെ നമ്പർ ഐറ്റമായി വിശദീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നതിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടാണ് ഈ പദ്ധതിക്ക് പ്രാരംഭ അനുമതി നൽകുന്നതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ജലചൂഷണം ഉണ്ടാവില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇതിന് നിർമ്മാണത്തിന് അരി ഉപയോഗിക്കുമ്പോൾ അത് ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന നിബന്ധനയോടുകൂടിയാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇത് മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ആണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഓരോ സീസൺ അനുസരിച്ച് കൊണ്ടുള്ള വിളകൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാർഷിക മേഖലയ്ക്ക് ഗുണകരമാണ് എന്ന വിലയിരുത്തൽ കൂടി നടത്തിക്കൊണ്ടാണ് ഈ ഡിസ്റ്റിലറിക്ക് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്ന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സർക്കാർ വിശദീകരിക്കുന്നത് ഇത് പ്രാരംഭ നടപടി മാത്രമാണ്. ഇത് ഒരു വ്യവസായം എന്ന തലത്തിൽ മറ്റെന്തൊക്കെ അനുമതി വേണമോ അത് ഘട്ടം ഘട്ടമായി നേടിയെടുക്കുമ്പോഴാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ. ഇത് സർക്കാരിന്റെ മദ്യനയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഒരു പ്രാരംഭ അനുമതി എന്ന നിലയ്ക്കാണ് ഇതിനെ എക്സൈസ് വകുപ്പ് വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ടെൻഡർ ഉണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനും സർക്കാർ മറുപടി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് മദ്യനയത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ടെൻഡർ നടപടികളില്ല. നിങ്ങൾ ഉദാഹരണമായി വിശദീകരിക്കുന്നത് ബാർ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ബാർ ലൈസൻസ് നൽകുക എന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അതുപോലെയാണ് ഇതൊരു വ്യവസായമായിട്ട് വരുന്നത്. അപ്പോൾ ആ വ്യവസായം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒയാസിസ് ഗ്രൂപ്പ് ആവുമ്പോൾ അവർ നൽകുന്ന പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ നിയമങ്ങൾക്ക് വിധേയമാണെങ്കിൽ അത് അംഗീകരിച്ചു മുന്നോട്ട് പോകുക എന്നതാണ് സർക്കാർ നയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ജലചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിലെ സർക്കാർ തള്ളിക്കളയുന്നു എന്നാണ് ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധന്യ. ശരി സാജു.